അങ്ങനെ 4 ദിവസമായിട്ട് ഒരു പ്രശ്നവും ഇല്ല, എല്ലാം ഹാപ്പി, സന്തോഷം, സുഖം. ഇനി എന്തൊക്കെ ആയിരിക്കും. പുതിയ ഹനുമാൻ അമ്പലം പണിതു, ഹോസ്പിറ്റൽ വന്നു. ഹസ്കി ജുജു, ഹായ് പിങ്കു ആൻഡ് ചിങ്കു. ഇവിടെ കൊച്ചു കൊച്ചുണ്ടായിരുന്നു. എന്റെ പൊട്ടിക്കുട്ടി എന്ത് പൊട്ടിക്കുട്ടി എന്ത് നീ എവിടെയാണ്? എവിടെയാണ് നീ? എവിടെയാണ് നീ? എവിടെയാണ് നീ? കുളിക്ക് എന്നിട്ട് വരണം. അന്നേരം പുറത്തൊക്കെ ഉണ്ടാവടാ, മേടിക്കണ്ട. പുറത്ത് പോലുണ്ട്, ഇവിടെ കയറില്ലേ. സ്യൂട്ട് ഇട്ടാലും എന്താ, എല്ലാത്തിനും AC അടിച്ചു പോയതാണ് കൊടുക്കുന്നത്. ചൂട് ചെയ്താൽ മാറിട്ട് ലിയോ എന്താ പ്രശ്നമുണ്ട്. അതായത് കുറേ പട്ടികൾ ഇങ്ങനെ കുറേ സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ പട്ടിയുടെ മുന്നിൽ എന്താ കുഴപ്പമെന്താ? അതല്ലടാ, അപ്പം ഇതൊക്കെ പിടിച്ച വില്ലേജിന് നാശമാണ്. നീ കാണിച്ചടാ, ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു അവരെല്ലാവരും കെട്ടിടുക. പിടിച്ച പട്ടീനെ സ്പൈഡർമാൻ കൊണ്ട് ഞാൻ പിടിച്ച പട്ടി നോക്കണവനെ, ഞാൻ ക്രിമിനൽസിനെ അടിക്കണവനെ. ജസ്റ്റ് വില്ലേജിന് വേണ്ടിയല്ലേ, പ്ലീസ് don't look me like that. Now എന്തിനാണ് ഈ 2 കാര്യം എക്സ്ട്രാ? ചിലപ്പോൾ 64 തന്നെ കൂടുതലാണ്. എൻ്റെ പട്ടിക്കുട്ടികൾക്ക് വേണ്ടി മാത്രം. Let's go. ഷൂട്ടേഴ്സ് ഇല്ലല്ലോ. എടാ പോലെ എന്താടോ മാസ്ക് ഇടുമ്പോൾ ആൾക്കാർക്ക് കാണും. നിനക്കും ബ്ലാക്ക് സ്മിത്തിനും നിനക്ക് മാത്രമേ ജോർജിനും നിനക്കും മാത്രമേ അറിയത്തുള്ളല്ലോ. ഹലോ ചേട്ടൻ, ഹലോ. ഞാൻ ബ്ലാക്ക് സ്മിത്തെ കാണാൻ. സോറി. ഇതാ പശുവല്ലേ, ഒന്നും വെള്ളപ്പൊക്കത്തിന് മാക്സ് രക്ഷിച്ച പട്ടിക്ക് വേഗന്നിട്ട്. അത് ബ്ലാക്ക് സ്മിത്തിന്റെ പട്ടിയാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇരിക്കണ പട്ടികളാണെന്ന് പറഞ്ഞത്. അതുങ്ങളുടെ കാലൊക്കെ നല്ല വേദന എടുത്തിട്ടാണ് പറയുന്നത്. ഇനി എന്റെ കുഞ്ഞിന് എന്ത് ശക്തിയാ സമാനത്തിൽ. എണീപ്പിച്ചില്ലെങ്കിൽ എന്ത് നന്നോട് ചെയ്ത് എണീപ്പിച്ചില്ലെങ്കിൽ പട്ടിയാണ്. സ്പൈഡർമാനല്ല. എന്തുവാട് ഇത് ചാടാൻ പോലും പറ്റുള്ള ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ ഇതൊക്കെ ഓ മൈ ഗോഡ്. തന്നെ ആരാണത് അടിച്ചു കൊല്ലണ? പട്ടി വാടോ, പട്ടിക്കുട്ടി വാടോ. ഇതെന്തുവാടേ, ഞാൻ വരുമ്പോ ഇങ്ങോട്ട് പോണം. പെർഫെക്ഷൻ. ഈ കാട്ടിലാണ് കൂടുതലും പട്ടിക്കുട്ടികൾ. പട്ടിക്കുട്ടി സ്പൈഡി സെൻസ് വരെ എണീറ്റാ. പിടിച്ചോളോ നിനക്ക്? പിടിച്ചല്ലോ ഇതിന്. പിടിച്ച പട്ടിയെ ഞാനെ വീട്ടിൽ കൊണ്ടുപോകും. അത് പറയാ നീ ആരാടാ? എന്റെ ഓണർ. ഞാനാണ് നിന്നെ തീറ്റി പോരുന്നു. നിന്നെ തീറ്റി പോരണോ? ഇതിനൊക്കെ തീറ്റി പോരണോ നല്ലത്. നിന്നെ എന്തോരം പട്ടിയാണോ? ഇത് ഏതാടാ പട്ടി? ഇത് ചിങ്കു.
എന്ത് ചൈനീസ് പട്ടിയാണ്, ചൈനീസ് പട്ടിയാണ്, ചൈനീസ് പട്ടിയും ഇതൊക്കെ ഇവിടെ എന്താണ് ഇതിനൊക്കെ ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്ത് എന്തിനാണോ ഇപ്പൊ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? എനിക്ക് കൊണ്ടുവന്നപ്പോ തന്നെ എല്ലാരും പറഞ്ഞാൽ കൊണ്ടുവരുന്നു. ആ പട്ടിപ്രേമികൾക്ക് കാണാമല്ലോ പിന്നെ. എത്രത്തിനും കെട്ടിയിടുന്നുണ്ട്, എന്നിട്ട് വാക്കളെ പിന്നെ കെട്ടിയിടും. ഇതിനൊക്കെ ഇനി ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കെട്ടിയിട്ടാണല്ലോ പറഞ്ഞു. ഓ ഈ പട്ടികളെ കൊണ്ട് ആടോ ഇല്ലെങ്കിൽ ആണെങ്കിൽ ഒരുമാതിരി ഇതിനാണെങ്കിൽ വേദന എടുക്കണുണ്ട്. ഞാൻ ചാടും അതുകൊണ്ട് ചാടാണ്ട് പറ്റില്ല. ഒന്ന് വാ. പിന്നെ എന്താ ശക്തി കൊണ്ട് ചാടുമ്പോ സാധാരണ ചേർന്ന് ഞാൻ വഴി പോയിട്ട് അവിടെ അങ്ങനൊക്കെ മാക്സിന് വേണമെങ്കിൽ പറയാനാണ്. പേടിക്കാത്ത കുറെ പട്ടികൾ ഇങ്ങനെ ആൾക്കാർ വിട്ടുകളാണെന്തിനാന്ന് ചോദിച്ചു. ഹലോ, ഡോഗ് ഹെൽത്ത് സെന്റർ ആണോ? ഇവിടെ അല്ല കെട്ടുന്നത്, അപ്പുറത്താണ്. ഇതിന് എല്ലാത്തിനും ഇതുണ്ട്. ഇല്ലല്ല ലേബോറിനില്ല കണ്ടത്. ഈ അനലൈസ് കാരണം ലേബോർ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകുന്നേ. പക്ഷെ എനിക്ക് മനസ്സിലാക്കാം, അവർക്കും ഷെൽട്ടേഴ്സ് വേണ്ട പട്ടികുട്ടികൾക്ക്. ലൈഫ് ഷൂ എടുത്തിട്ട് പോയാലോ? വേണ്ട. ആ മക്കളാ പട്ടികളൊക്കെ എന്താ ഇവിടെ എല്ലാരും ഇവിടെ അടച്ചിട്ടേക്കണം. ഡോക്ടർ ഒക്ടോബസ് ദൈവമേ, ഡോക്ടർ ഒക്ടോബസ് അത് ഞാൻ ദേവന് വെറുതെ അല്ല, എനിക്കറിയാം. ചാർന്ന് നിർത്തല്ലേ നിർത്താനും ഞാനെങ്ങനെ അങ്ങോട്ടേക്ക് ദൈവം വാവട്ടിക്കുട്ടി അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുവോളൂ. ഇല്ലാത്ത കുറെ പട്ടിയാണ്. ഇതിനെയൊക്കെ പുറത്തകത്ത് സ്നേഹം ഈ സ്ഥലത്താണല്ലോ ദൈവമേ. വാ പട്ടി കഴിഞ്ഞു. This is your new home. പോലെ എവിടെ ഡോക്ടർ ഒക്ടോബസേ? ഇങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ. എന്താണോ ഇത്തരം പ്രത്യേകത? റിയലും ഉണ്ട്, റിയലിൻ്റെ കോപ്പി ഉണ്ട്, കോപ്പിയുടെ കോപ്പി ഉണ്ട്. അത് 3 ഡിഗ്രി. ആരാടാ നിന്റെ നിന്നെ കൊല്ലാൻ വന്ന നിന്റെ കാലിൽ? ഓ മൈ ഗോഡ് എവിടെടാ നീ? ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ വാടാ, സ്പൈഡർമാൻ്റെ മുന്നിൽ വാടാ.
ത്രിബിൾസ് കളിക്കണം. നമ്മള് വല്ലവന്റെയും വില്ലേജിലുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് എന്നാലും പഞ്ചമാരല്ലേ നിർത്തടവന്മാരെ കൊല്ലണം. പോടോ അമ്മേ. ഇത് നീ ആരാ ഇപ്പൊ? ഒറിജിനൽ ക്ലോണാണോ? ക്ലോൺ. I'm a clone. ഓ ക്ലോണാണ്. ക്ലോണാണ്. പട്ടി 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 ഞാനാണ് പട്ടി. ഓക്കെ, ഒരു ക്ലോൺ ചത്ത്. അടുത്ത ക്ലോൺ. അമ്മേ എവിടെ നീ ബാക്കി നടിക്കണം. അവനുണ്ട്. മഴയാണെങ്കിൽ ഓഫീസ് ഉണ്ടാക്കി എന്നാണോ ആദ്യം പറയാം. എവിടെയാണ് അവന്റെ റിയൽ വൺ? Where are you, idiot? ടൈം ബോംബാണ് ഞാൻ. Wait. ഹലോ, എന്താ? ഞങ്ങൾ ഡോക്ടർ ഒക്ടോസിനെ പിടിച്ചു. എന്തുവായിരുന്നു അതെന്തായിരുന്നു? പിടിച്ചാന്നല്ലോ, ക്ലോണാണോന്ന് അറിയില്ല. എന്തായാലും അവൻ പറയുന്നത് അത് ചെസ്റ്റ് ഉണ്ട്. ആ ചെസ്റ്റിലാണ് ചെസ്റ്റിലാണ് ഗ്രീൻ ഗബ്ലൻ എവിടെയുള്ളത്. ചെസ്റ്റ് ഞാൻ വന്നു. നീ എന്തിനാണ് ഇപ്പൊ പുറത്ത്? എനിക്ക് പറ്റണല്ലോ എന്നെ പവറെല്ലാം വിളിക്കാൻ. തോന്നൂലല്ലോ. വലിയ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് നിന്റെ കേളൊടിഞ്ഞു. അതെനിക്ക് ഫിക്സും ചെയ്യാൻ പറ്റത്തില്ല. അതെന്താ നിനക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല? ഞങ്ങൾ ഉള്ളിൽ വെക്കുമ്പോ എന്തൊക്കെ നീ ചത്താലും എനിക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരപ്പെട്ടെ. എനിക്ക് നീ പുറത്ത് പോയപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് അത് പൊട്ടിത്തെറിച്ചത്. ഹോസ്പിറ്റലിൽ പോവാം. ഡോക്ടറെ, എൻ്റെ കാലിൽ ഒരു ബോംബ് ഒന്ന് പൊട്ടി. ഹെൽപ്പ് ചെയ്യണം. നിൽക്കാൻ പറ്റില്ല. സൂക്ഷിച്ചടാ. എൻ്റെ കാലൊടിഞ്ഞിട്ടുണ്ട്. നല്ലോണം ഇതൊരു ബോബിൻ്റെ എന്തോ പാർട്ടിക്കൽ എൻ്റെ ഇതിൽ കയറിയേക്കണ കാരണം കുറച്ച് ദിവസം നിനക്ക് സ്പൈഡർമാൻ്റെ അടുത്ത ഇനി ക്രീം ഗോബ്ലിൻ, ലിസേർഡ് ഉണ്ട്, പ്രൗളർ ഉണ്ട്, ഇതുണ്ട്. ഇവരൊക്കെ ഞാൻ എന്ത് കാണിക്കും? ഇവരൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അയാളെ ജയിലിലാക്കി. എന്തായാലും നീ റെസ്റ്റ് എടുത്തേ പറ്റൂ. ഇനി എന്ത് ചെയ്യും? പറ. താങ്ക്സ്. No mention please. മാഡം വെബ്, ഇതെന്തിനാണാവോ? കാലൊടിഞ്ഞു. ഞാനെന്ത് ചെയ്യും? ഒന്നും നിന്റെ സമയം അടുക്കുമ്പോൾ അവൻ വരും. നിന്റെ ഉള്ളിലിരിക്കുന്നവൻ ചെയ്യാൻ വരും. എന്തായാലും ഈ യൂണിവേഴ്സിൽ സ്പൈഡർമാൻ ഒരിക്കലും ചത്ത. ഇതെന്തോ അത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. എൻ്റെ കാലം വരുമ്പോൾ ഞാൻ ചാവാൻ പോകുമ്പോൾ നീ വന്ന് രക്ഷിക്കുന്നു. പിന്നെ എനിക്കതല്ല പണി. നീയാവുമ്പോൾ ഞാൻ വേറെ ഹോസിനെ കണ്ടുപിടിക്കും.
നീ ഉള്ളപ്പോൾ എൻ്റെ കാലിന് വലിയ കുഴപ്പമുണ്ടാവത്തില്ലല്ലേ. ഞാനുള്ളപ്പോൾ എൻ്റെ കാലിനല്ലടാ അലോട്ടടിക്കുന്നു. എവിടെ അവൻ? ഇവിടെ ആണോ പിടിച്ചെന്നല്ല ഫോണാണെങ്കിൽ അത് തന്നെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് അലോട്ടടിച്ചത്. പെട്രോളിൽ നടത്തിയാലോ എന്ത് വേണേലും നടക്കുക. അവനെ കിട്ടിയാൽ മതി. ഡോക്ടറേ 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 എനിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ തോന്നിയ കാര്യം. അപ്പോ ധനത്തിന് വിട്ടതും അങ്ങനെ അവൻ പെട്ടെന്ന് ഈ ചാടിപ്പോയത് അതെനിക്ക് വിഷമം. കോമഡി 50% ചാൻസ് ഉള്ളായിരുന്നു. അത് നീ ഒരു 10% ആക്കി കൊടുക്കും. അതിന് പോയി റെസ്റ്റ് എടുക്കടാ. ചെറുത്താ പിന്നെ എനിക്ക് ആര് തരും? നീ ഒരു കാര്യം ചെയ്യും. മെറ്റൽ ആർംസ് നിനക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്കെൻ്റെ കയ്യിൽ കൈ കൊണ്ട് എങ്ങനെ ക്ലോൺസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഈ സാധനം നിന്റെ മേത്തെ കിട്ടുമോ? ഞാൻ നമ്മുടെ രൂപം കാണിച്ചു പതുക്കെ കണ്ണു വെക്കാം. എൻ്റെ മോനെ പൊളി പൊളിയല്ലേ. ഞാനല്ലെങ്കിലും പൊളിയല്ലേ. ഇനി ഇതുകൊണ്ടായിരിക്കും നിന്റെ ആർമർ യൂസ്ലെസ് ആർമർ. ഞാൻ പിന്നെ ഇത്തിരി ഇതൊക്കെ ആയിട്ടുള്ളൂ. ആ പവറൊന്നും കാണിച്ചേക്കല്ലേ. ഓക്കെ ബാക്ക് അങ്ങോട്ടേക്കല്ലടോ ഇങ്ങോട്ടേക്ക്. ഓ എൻ്റെ പൊന്നെ നീ സ്പൈഡർ ഇടാൻ പഠിച്ചല്ലോ. ഇങ്ങനെ നമുക്ക് നടക്കാൻ പാടാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ. ഓ എന്തെങ്കിലും അങ്ങനെ ഡോക്ടർ ഓഫ് കാര്യം കത്താം. ഇനി അടുത്തത് റൈനോയുടെ ചിക്കൻ കറി, പ്രൗലറിൻ്റെ ചിക്കൻ കറി, ഗ്രീൻ ആൻഡ് ലിസേർഡ്. എനിക്ക് ലിസേർഡിനാണ് ഇത്തിരി പേടി. കാരണം അവനൊരു ആർമീനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എന്ത് ഇനി വില്ലന്മാര് എല്ലാം കഴിഞ്ഞില്ല കളിയോ എല്ലാം കണ്ടില്ല. എനിക്ക് മാഡം വെബ് പറഞ്ഞതിൽ എന്തോ ഒരു ഇതുണ്ട്. എന്ത് അതായതാ നീ എന്താണ് നീ എന്താവിടെ പിന്നെ ബോഡി കാണിച്ചേ? എന്തോ അത് എൻ്റെ ബോഡി മാത്രമേ എൻ്റെ ബോഡി മാത്രമേ നിനക്ക് വരാൻ പറ്റത്തുള്ളൂ. എന്തേലും കാണിക്കുന്നു. ഇവനാവട്ടെ മേഡം പറഞ്ഞത് എൻ്റെ കാലം വരുമ്പോ നീ എനിക്ക് വേണ്ടി റിവെഞ്ച് എടുക്കും. പക്ഷെ ആരായിരിക്കും എന്നെ കൊല്ലാൻ പോണ? ഇത്രയും പേരെ കഴിഞ്ഞാൽ പിന്നെ എങ്ങോ വില്ലൻ മോർന്നോ? അതും കറക്റ്റ്. മൈൽസിനോടൊന്ന് പോയത് കാരണം ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഇവിടെ സ്പൈഡർമാനായിട്ട്. എന്താണാവോ നോക്കാൻ പോണം. ഓ നീ പറഞ്ഞു വരുന്നത് നീ മത്സരം ആയിരിക്കും. എന്തായാലും എന്ത് നടക്കാൻ വരാൻ പോകുന്നത് നേരിട്ടിനി ഇതാക്കാം. അതുവരെ വെയിറ്റ്.